ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് ഒരു സ്പെഷ്യൽ ക്ലാസ്സാണ്. കേരള എക്കോണമി, ഇൻട്രൊഡക്ഷൻ ടു കേരള എക്കോണമി. അതായത് കേരള എക്കോണമിയെ പറ്റി അതിൻ്റെ കുറേ ബേസിക് ഇൻഫർമേഷൻസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. പലർക്കും പലതും അറിയാം, എന്നാലും അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് രണ്ട് ക്ലാസ്സുകളായിട്ട് ഞാൻ പറയാം. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡിഗ്രിക്ക് ഈ പോർഷൻ ഉണ്ട്, കേരള എക്കോണമി ഉണ്ട്. അതുപോലെ MA ഉണ്ട്, PG. അതായത് ഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് ഒരു പേപ്പർ തന്നെ കേരള എക്കോണമിയാണ്. അപ്പോൾ അതിന് കേരള എക്കോണമിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. തന്നെയുമല്ല, PSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനുകൾക്ക് ഒക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു പാസേജാണിത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു കേരള എക്കോണമിയെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. നമുക്കറിയാം, കേരള എക്കോണമി ക്യാപിറ്റൽ തിരുവനന്തപുരമാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയുകയാണ്. പിന്നെ നമ്മുടെ നെയ്ബറിങ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് കർണാടക, അതുപോലെ തമിഴ്നാട്, പിന്നെ ലക്ഷദ്വീപ്. നമുക്കറിയാം, തമിഴ്നാട്, കർണാടക, ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിട്ടറിയാണ്, കേന്ദ്രഭരണ പ്രദേശം. പിന്നെ നമുക്ക് കേരളം ഫോം ചെയ്യുന്നത് നമുക്കറിയാം 1956 നവംബർ 1. അതൊക്കെ ഓർത്തിരുന്നു. 1956 നവംബർ 1 കേരളം ഫോം ചെയ്യുന്നത്. അതിനു മുമ്പ് കേരളം 3 ഡിവിഷനായിട്ട് കിടക്കായിരുന്നു. ഇനി കിഴക്കേ അറ്റത്ത് ട്രാവൻകൂർ, മധ്യഭാഗത്ത് കൊച്ചി, നോർത്തിൽ മലബാർ. അതിൽ 1949 ജൂലൈ 1 ആയപ്പോഴത്തേന് ഈ കൊച്ചി ആൻഡ് ട്രാവൻകൂർ മേർജ് ചെയ്തു. പിന്നീട് അത് അറിയപ്പെട്ടത് ട്രാവൻകൂർ കൊച്ചി സ്റ്റേറ്റ് എന്നാണ് അറിയപ്പെട്ടത്. പിന്നീട് അത് നവംബർ 56 ആയപ്പോൾ ട്രാവൻകൂർ കൊച്ചിൻ പ്ലസ് മുമ്പേ പറഞ്ഞ മലബാറും കൂടെ ചേർന്ന് ഐക്യ കേരളം ഉണ്ടാവുകയാണ്. ഒരു കേരളത്തിൻ്റെ പിറവിയാണ് 1956 നവംബർ 1 എന്ന് പറയും. പിന്നെ നമ്മുടെ ഭരണത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ലാസ്റ്റ് നമുക്ക് കേരളം എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റായിട്ട് മാറുന്ന സമയം വരെ ലാസ്റ്റ് നമ്മുടെ റൂളിംഗ് കിങ് എന്ന് പറയുന്നത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അദ്ദേഹമായിരുന്നു ലാസ്റ്റ് റൂളർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബൗണ്ടറീസ് ഒക്കെ പറഞ്ഞാൽ കേരളത്തിൻ്റെ ബൗണ്ടറീസ് വെസ്റ്റേൺ ഘാട്സ്, പശ്ചിമഘട്ടം എന്ന് പറയും, അതാണ് ഈസ്റ്റ്. അതുപോലെ വെസ്റ്റിലോട്ട് വരുമ്പോൾ നമുക്കറിയാം അറേബ്യൻ സീ ആണ്. സൗത്തിൽ തമിഴ്നാടാണ്. അതുപോലെ നോർത്തിൽ വരുമ്പോൾ കർണാടക. ഇതൊക്കെയാണ് നമ്മുടെ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ദർ ആർ 44 റിവേഴ്സ് ഇൻ കേരള. 44 റിവേഴ്സ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. അതാ മനസ്സിലാക്കേണ്ടത്. ചെറുതും വലുതുമായിട്ടുള്ള 44 റിവേഴ്സ് ഉണ്ട്. അതിൽ 41 എമംഗ് ദം ഫ്ലോസ് ടുവേഴ്സ് വെസ്റ്റ്, അതായത് വെസ്റ്റിലേക്ക് ഒഴുകുന്നതാണ് ഏകദേശം 41. പോയിട്ട് ബാക്കി 3 ഈസ്റ്റിലേക്കാണ് ഒഴുകുന്നത്. 3 ആ 3 പേര് ഓർത്തിരുത്തണം. ഈസ്റ്റേൺ ഫ്ലോയിങ് റിവേഴ്സ് എന്ന് പറയുന്നത്, അത് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന് പറയുന്നത് കബനി, ഭവാനി, പാമ്പാർ. ഓർത്തോണം, കബനി, ഭവാനി, പാമ്പാർ. ഇത് കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ ചെന്നിട്ട് ലാസ്റ്റിൽ കാവേരിയുമായിട്ട് ചേർന്ന് കാവേരിയിലേക്ക് മർജ് ചെയ്ത് അവസാനം അത് ബേ ഓഫ് ബംഗാളിലേക്ക് ഈസ്റ്റിലേക്ക് അങ്ങ് പോവുകയാണ്. പോയിട്ട് ബാക്കി 41 എന്ന് പറയുന്നത് വെസ്റ്റിലേക്കാണ് ഒഴുകുന്നത്. അത് ഓർത്തിരുന്നോണം. ഇനി അതുപോലെ എമംഗ് ദ 44 റിവേഴ്സ് ദ ലാർജസ്റ്റ് വൺ ഈസ് പെരിയാർ. ഓർത്തോണം, ഏറ്റവും വലിയ റിവർ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ റിവർ പെരിയാറാണ്. 244 കിലോമീറ്റേഴ്സ് ഉണ്ട്, 244 കിലോമീറ്റേഴ്സ് ഉണ്ട്. അത് ഫ്ലോയിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇടുക്കിയുണ്ട്, തൃശ്ശൂരുണ്ട്, എറണാകുളം. ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, ഈ 3 ഡിസ്ട്രിക്റ്റുകളിലൂടെ പോകുന്നതാണ് ഈ പെരിയാർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ലാർജസ്റ്റ് റിവർ എന്ന് പറയുന്നത് ഭാരതപ്പുഴ എന്ന് പറയും. ഭാരതപ്പുഴ, നിള എന്നൊക്കെ നമ്മൾ അറിയപ്പെടും. അത് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, ഈ 3 ഡിസ്ട്രിക്റ്റിലൂടെ ഒഴുകി പോകുന്നതാണ് ഏതാണ് ഭാരതപ്പുഴ. അതിനാണെങ്കിൽ 209 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. അപ്പം പെരിയാറാണ് ലോങ്ങസ്റ്റ് അല്ലേ, ലാർജസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഭാരതപ്പുഴ സെക്കൻഡാണ്. തേർഡ് വൺ നമ്മുടെ പത്തനംതിട്ടയിലൂടെ പോകുന്ന പമ്പയാണ്. പത്തനംതിട്ട, അതുപോലെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലൂടെ പോകുന്ന പമ്പയാണ്. 176 കിലോമീറ്റർ, 176 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇനി കേരളത്തിലെ ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് എന്ന് പറയുന്നത് ആനമുടി എന്ന് പറയും. ആനമുടി, അതായത് ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് ആനമുടി എന്ന് പറയും. ആനമുടി എന്ന് പറയുമ്പോൾ എറണാകുളത്തിൻ്റെ ഒരു ഏരിയ കോതമംഗലം, അതുപോലെ ഇടുക്കിയുടെ ഒരു ഏരിയ ദേവികുളം, ഇത് രണ്ടും കൂടെ ചേർന്ന് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയയാണ് ആനമുടി എന്ന് പറയും. വളരെ ഫേമസ് ആയിട്ടുള്ള വരയാടുകളിലെയൊക്കെ കാണുന്ന നാഷണൽ പാർക്കൊക്കെ അവിടെ ഉണ്ട്. ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയും, അത് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ വരയാടിനെയൊക്കെ കാണാവുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പീക്കാണ്, ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ കേരള എന്ന് പറയുന്നത് ആനമുടി. ഓർത്തിരുന്നതാണ്.
പിന്നെ ലാർജ് നമ്പർ ഓഫ് ലേക്സ് നമുക്കുണ്ട്. ലേക്കുകൾ അത് വേമ്പനാട് ലേക്കുണ്ട്, അഷ്ടമുടിയുണ്ട്, കായംകുളമുണ്ട്, അഞ്ചുതെങ്ങുണ്ട്, ഇങ്ങനെ ധാരാളം ലേക്സ് നമുക്കുണ്ട്. ഇനി ഫ്രഷ് വാട്ടർ ലേക്കുകളുമുണ്ട്. ഫ്രഷ് വാട്ടർ ലേക്ക് ശുദ്ധജല തടാകം എന്ന് പറയും. അതിൻ്റെ അതിൽ ശാസ്താംകോട്ടയുണ്ട്, വെള്ളായണി, പൂക്കോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ലാർജ് നമ്പർ ഓഫ് ഫ്രഷ് വാട്ടർ ലേക്സുകൾ നമുക്ക് ഉണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തിരുന്നോണം. പിന്നെ നമ്മൾ പറയുമ്പോൾ പിന്നെ ഒരുപാട് ഡേറ്റയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി വെച്ച് പറയുകയാണ്. പിന്നെ ഫ്രഷ് വാട്ടർ ലേക്ക് പറഞ്ഞു. പിന്നെ അതുപോലെ ഇതുകൂടാതെ ബാക്ക് വാട്ടേഴ്സും അതുപോലെ തന്നെ മറ്റ് വാട്ടർഫോൾസ് ഒക്കെ നമുക്കുണ്ട്. പിന്നെ ഷ്രൈൻസ്, ധാരാളം ദേവാലയങ്ങൾ നമുക്കുണ്ട്. കേരളത്തിൽ ഇഷ്ടം പോലെ ദേവാലയങ്ങൾ, എല്ലാ മതസ്ഥർക്കുമുള്ള ധാരാളം ദേവാലയങ്ങളുണ്ട്. അത് എല്ലാം ഒന്നും എടുത്ത് പറയുന്നില്ല, എങ്കിലും പത്മനാഭസ്വാമി ടെമ്പിൾ തിരുവനന്തപുരം, അയ്യപ്പസ്വാമി ശബരിമലയുണ്ട്, അതുപോലെ തന്നെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് പരിമല, അതുപോലെ പുതുപ്പള്ളി ചർച്ച്, അതുപോലെ മേത്തല മോസ്ക്, അതുപോലെ തന്നെ പിന്നെ ഭീമാപ്പള്ളി, പാളയം ജുമാ മസ്ജിദ്, ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ, ഇതൊന്നും അല്ല, ഒത്തിരി ഉണ്ട്, ഒരുപാട് ഷ്രൈൻസുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട്. പിന്നെ നമ്മുടെ കൾച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഡാൻസ്, കഥകളി, മോഹിനിയാട്ടം, തെയ്യം, കൂടിയാട്ടം, ഒപ്പന, മാർഗംകളി, ഇങ്ങനെ ലാർജ് നമ്പർ ഓഫ് കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് നമുക്കുണ്ട്. പിന്നെ ഫെസ്റ്റിവൽസ് പറയുമ്പോൾ കേരളത്തിൻ്റെ ഫെസ്റ്റിവൽസ് ഓണം, തൃശ്ശൂർ പൂരം, ആലുവ ശിവരാത്രി, വിഷു, റംസാൻ, ക്രിസ്മസ് എക്സെട്ര അതൊക്കെ ഉണ്ട്. അതുപോലെ മേജർ ക്രാഫ്റ്റ് ഫോം ഇൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രാഫ്റ്റ് കരകൗശല നിർമ്മാണം അതെന്ന് പറയുന്നത് ആറന്മുള മിററാണ്, ആറന്മുള കണ്ണാടി എന്ന് പറയും, ഓർത്തോണത്. പിന്നെ കേരളം ഫേമസ് ഫോർ വാട്ടർ ഫെസ്റ്റിവൽസ് ഉണ്ട്. വാട്ടർ ഫെസ്റ്റിവലിന് വളരെ ഫേമസ് ആണ് കേരളം. അത് ആറന്മുള വള്ളംകളിയുണ്ട്. അതുപോലെ ആലപ്പുഴ നെഹ്റു ട്രോഫി എന്ന് പറയും, പുന്നമടക്കായലിലുള്ള ആലപ്പുഴ നെഹ്റു ട്രോഫി ഉണ്ട്. പിന്നെ മെയിൻ പവർ പ്രോജക്ട്സ്, കേരളത്തിലെ പ്രധാനപ്പെട്ട പവർ പ്രോജക്ട്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിൽ ഇടുക്കിയുണ്ട്, പള്ളിവാസൽ, ചേർക്കുളം, അതുപോലെ പെരിങ്ങൽകുത്ത്, നേര്യമംഗലം, ലോവർ പെരിയാർ, ശബരിഗിരി, ഷോളയാർ, ഇതൊക്കെയാണ്. പിന്നെ തെർമൽ പവർ സ്റ്റേഷൻ നമുക്കുണ്ട്. ബ്രഹ്മപുരം ഡീസൽ, കോഴിക്കോട് ഡീസൽ, കായംകുളം തെർമൽ പവർ പ്ലാന്റ്, അതുപോലെ കഞ്ചിക്കോട് വിൻഡ് ഫാംസ്, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ട് ഇനി കേരളത്തെ പറ്റി പറയുമ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ പറയുമ്പോൾ പവർ പ്ലാന്റ്, പിന്നെ ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിൽ, അതായത് മേജർ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ധാരാളമായിട്ട് കേരളത്തിലുണ്ട്. അതിപ്പോൾ എല്ലാ സൈസിലുള്ള ട്രാൻസ്പോർട്ടും നമുക്കുണ്ട്. അതായത് റോഡ്സ് ഉണ്ട്. റോഡെന്ന് പറയുമ്പോൾ തന്നെ പിന്നെ സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ റെയിൽവേസ് ഉണ്ട്, അതുപോലെ വാട്ടർവേസ് ഉണ്ട്, എയർപോർട്ടുണ്ട്. എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളായി ഇപ്പോൾ മിക്കവാറുള്ള കേരളത്തിലെ എല്ലാം. ഏറ്റവും പ്രമുഖമായിട്ടുള്ളത് നെടുമ്പാശ്ശേരി, അതായത് കൊച്ചിൻ എയർപോർട്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പം കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, അതൊക്കെ ഇൻ്റർനാഷണൽ ഭാഗത്തേക്കുള്ള യാത്രകളൊക്കെയുള്ള എയർപോർട്ട് സൗകര്യങ്ങളുണ്ട്. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ വന്ന എറണാകുളം മെട്രോസ്, അതൊക്കെ നമ്മുടെ ട്രാൻസ്പോർട്ടിങ് കാര്യങ്ങളാണ്. പിന്നെ പറയുമ്പോൾ കേരളത്തിൻ്റെ ആനിമൽ, ഔദ്യോഗികമായിട്ട് ഒഫീഷ്യൽ ആനിമൽ എന്ന് പറയുന്നത് ഇന്ത്യൻ എലിഫൻ്റ് എന്ന് പറയും. ഇന്ത്യൻ എലിഫൻ്റ്. നമ്മുടെ ബേർഡ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ഹോൺബിൽ എന്ന് പറയും. ഗ്രേറ്റ് ഹോൺബിൽ എന്ന് പറഞ്ഞാൽ വേഴാമ്പൽ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബേർഡ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ഹോൺബിൽ അല്ലെങ്കിൽ വേഴാമ്പൽ എന്ന് പറയും. പിന്നെ നമ്മുടെ ട്രീ എന്ന് പറയുന്നത് കോക്കനട്ടാണ്, അറിയാമല്ലോ. പിന്നെ ഫ്രൂട്ട്, ജാക്ക് ഫ്രൂട്ട്, ചക്ക. അതുപോലെ ഫ്ലവർ എന്ന് പറയുന്നത് ഗോൾഡൻ ഷവറാണ്, അതായത് കണിക്കൊന്ന എന്ന് പറയും. പിന്നെ ഇത്രയൊക്കെ നമ്മുടെ ആദ്യ ഭാഗത്തായിട്ട് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇനി ഞാൻ നോക്കട്ടെ, പ്രധാനമായിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ ആദ്യം ഒരു പാർട്ടിലായിട്ട് ഓർത്തിരിക്കുക. ഇനി ബാക്കി പിന്നെ വേണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞേക്കാം. മേജർ ക്രോപ്സ് ഇൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രോപ്സ്, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ക്രോപ്സ്, ലിറ്ററസിയൊക്കെ പിന്നീട് പറയാം. മേജർ ക്രോപ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തിൽ റൈസ്, ടപ്പിയൊക്ക, അതായത് കപ്പയെന്നോ ചീനിയെന്നോ ഒക്കെ പറയും. പിന്നെ ബനാന, കോക്കനട്ട്, അരിക്കനട്ട്, കവുങ്ങ് അല്ലെങ്കിൽ പിന്നെ പാക്ക്. പിന്നെ അതുപോലെ റബ്ബർ, ടീ, കോഫിയൊക്കെ ഉണ്ട്. സ്പൈസസ് ഉണ്ട്, നമുക്ക് വളരെ പ്രധാനപ്പെട്ട സ്പൈസസ്, അതായത് സുഗന്ധ വ്യഞ്ജനങ്ങളെന്നൊക്കെ പറയാം. കാർഡമം, ഏലക്ക, അതുപോലെ പെപ്പർ, കുരുമുളക്, അതുപോലെ ജിഞ്ചർ, ഇഞ്ചി, പിന്നെ നാറ്റ്ബക്ക്, അതായത് ജാതിക്ക എന്ന് പറയും, നാറ്റ്മഗ്.
പിന്നെ അതുപോലെ തന്നെ സിനാമൺ, അത് കറുവപ്പട്ട എന്നൊക്കെ പറയും, അതൊക്കെ ഉണ്ട്. പിന്നെ ഇൻഡസ്ട്രിയുടെ കാര്യം പറഞ്ഞാലും ഉണ്ട്. ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, കെമിക്കൽ ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽസ് മരുന്ന് നിർമ്മാണശാലകൾ, പിന്നെ കയറ്, കാഷ്യൂ, ഹാൻഡ്ലൂംസ്, ബാംബു, അതുപോലെ ഹാൻഡിക്രാഫ്റ്റ്സ്, ഇതൊക്കെ തന്നെ നമുക്കുണ്ട്. പിന്നെ മിനറൽ റിസോഴ്സ് പറയുമ്പോൾ, മിനറൽ ഡെപ്പോസിറ്റ് പറയുമ്പോൾ സാൻഡ്, ഇൽമനൈറ്റ്, മോണോസൈറ്റ്, ചൈന ക്ലേ, സിലിക്ക സാൻഡ്, അതുപോലെ ലിഗ്നൈറ്റ്, ലൈം സ്റ്റോണ്, ഗ്രാനൈറ്റ്, ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട മിനറൽ ഫോമുകൾ ആണ്, മിനറൽ ഡെപ്പോസിറ്റുകൾ ആണ്. പിന്നെ നമ്മുടെ അത്രയൊക്കെ ഒരു ആദ്യ പാർട്ടിലായിട്ട് ഓർത്തിരിക്കുക, അത്രയും കാര്യങ്ങൾ. പിന്നെ ലിറ്ററസി റേറ്റും അതുപോലുള്ള കാര്യങ്ങൾ അതടുത്ത ഒരു പോർഷനായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയും ഇന്ന് ഓർക്കുക, ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക്. ഓക്കെ, ശരി.